ഹായ് ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു സീരിയൽ പ്രൊമോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അർച്ചനയെ തോൽപ്പിക്കാനായിട്ട് തന്നെ ചന്ദ്രലേഖയും കൂട്ടരും കച്ചകെട്ടി ഇറങ്ങുന്നുണ്ട്. മഞ്ജുവിനെ കൂട്ടുപിടിച്ച് തന്നെയാണ് ചന്ദ്ര മുന്നോട്ട് നീങ്ങുന്നതും. മഞ്ജുവിനെ വിളിച്ച് പറയുന്നുണ്ട്, അവളെ എനിക്ക് എന്തായാലും തോൽപ്പിച്ചേ പറ്റൂ. അതിനൊരു കച്ചിത്തുരുമ്പായിട്ടാണ് ഞാൻ നിന്നെ കൂടെ കൂട്ടിയിരിക്കുന്നത്. എനിക്കിനി എന്ത് വേണമെങ്കിലും വിലയേറിയ സമ്മാനങ്ങൾ ഞാൻ നൽകാം. നീ എൻ്റെ കൂടെ നിൽക്കണം, ഞാൻ പറയുന്നത് അനുസരിക്കണം എന്നൊക്കെയുള്ള രീതിയിൽ മഞ്ജുവിനെ ബ്രെയിൻ വാഷ് ചെയ്യുന്നുണ്ട്. അങ്ങനെ മഞ്ജു ആണെന്നുണ്ടെങ്കിൽ സമ്മാനം ഓഫർ ചെയ്യുന്നതുകൊണ്ട് തന്നെ ചന്ദ്രലേഖൊപ്പം നിൽക്കുന്നുണ്ട്. അങ്ങനെ ചന്ദ്ര പറഞ്ഞു കൊടുക്കുന്നതിനനുസരിച്ചിട്ട് ചിന്മയോട് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് അമ്മയ്ക്കെതിരെ ആയിട്ട് അവളെ തിരിപ്പിക്കാൻ നോക്കുന്നുണ്ട്. അങ്ങനെ ചിന്നു ഇരിക്കുന്ന സമയത്ത് മഞ്ജുവി പറയുന്നുണ്ട്, എടി മോളെ, നീ കരുതുന്ന പോലെയൊന്നുമല്ല നിൻ്റെ അമ്മയുടെ സ്വഭാവം. നിൻ്റെ അച്ഛനെ തോൽപ്പിക്കുക എന്ന വാശി മാത്രമാണ് നിൻ്റെ അമ്മയ്ക്കുള്ളത് എന്നൊക്കെയുള്ള രീതിയിൽ അർച്ചനയെ പറ്റി മോശമായിട്ടുള്ള രീതിയിലും വിജയശങ്കറിനെ പറ്റി നല്ല വാക്കുകളൊക്കെ പറഞ്ഞ് ചിന്നുവിനെ അന്വയിപ്പിക്കാൻ നോക്കുന്നുണ്ട്. ആ സമയത്ത് ചിന്നുവിന് ദേഷ്യം വരുന്നുണ്ട് അമ്മയെ മോശം പറയുന്നത് കേട്ടിട്ട്. എന്താ അമ്മ ഇങ്ങനെ പറയുന്നത് എന്നൊക്കെയുള്ള രീതിയിൽ ശകാരിക്കുന്നുണ്ട് മഞ്ജുവിനെ. എന്നിട്ട് മഞ്ജു അത് ചന്ദ്രയെ വിളിച്ച് പറയുന്നുണ്ട്, അവൾ ഒന്നിനും വഴങ്ങുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നൊക്കെയുള്ള രീതിയിൽ പറയുമ്പോൾ ചന്ദ്രലേഖ പറയുന്നുണ്ട്, എന്തായാലും അത് നമുക്ക് വെറുതെയിലാക്കാം. നീ ആദ്യം നാളെ അർച്ചന കോടതിയിലേക്ക് വരാതെ ഒന്ന് നോക്കണം. അത് നിന്നെക്കൊണ്ട് പറ്റും. അവളെ അവിടെ വരുത്തിക്കരുത് എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് മഞ്ജു പറയുന്നുണ്ട്, അയ്യോ അതെങ്ങനെ, എന്നെക്കൊണ്ട് സാധിക്കുമെന്ന് തോന്നുന്നില്ല. ഞാൻ എന്ത് പറഞ്ഞിട്ടാണ് അവരെ ആ വരവിൽ നിന്ന് ഞാൻ ഒഴിവാക്കുക എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറയുന്ന പോലെ പറഞ്ഞാൽ മതി എന്നൊക്കെ പറഞ്ഞ് മഞ്ജുവിനോട് എന്തൊക്കെയോ രഹസ്യങ്ങൾ കൈമാറുന്നുണ്ട്. ഈ സമയത്താണെന്നുണ്ടെങ്കിൽ ചന്ദ്രലേഖയും അനിയനും കൂടി നമ്മുടെ അർച്ചനയെ തകർക്കാനായിട്ട് വേറൊരു പ്ലാൻ ഇടുന്നുണ്ട്. ഇത് കേട്ട് വിജയശങ്കർ വന്ന് ഒരുപാട് ശകാരിക്കുന്നുണ്ട്. വേണ്ട, ഇതൊന്നും നടക്കില്ല, ഇതൊന്നും നടക്കാൻ പോകുന്നില്ല എന്നൊക്കെയുള്ള രീതിയിൽ അവരെ ശകാരിക്കുന്നുമുണ്ട്. പക്ഷേ ഇതേ സമയം നമ്മുടെ അച്ചുവും അതുപോലെ തന്നെ രുക്കുവും തമ്മിലൊരു പ്രണയം അത് മുട്ടിയിടുന്നുണ്ട്. അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തല്ലി ആൾക്കാർ ഇപ്പോൾ പരസ്പരം സ്നേഹങ്ങൾ കൈമാറാൻ തുടങ്ങിയിരിക്കുന്നു. അവർ രുക്കുവിനെ ഉമ്മ വയ്ക്കുന്ന ആ ഒരു സ്വപ്നവും അതുപോലെ തന്നെ റുക്കുമായിട്ടുള്ള ആ ഒരു പ്രണയബന്ധം അത് തുടങ്ങുന്നുണ്ട്. വീട്ടുകാരറിയാതെ അത് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുന്നുമുണ്ട്. ഈ സമയത്ത് അർച്ചന പറയുന്നുണ്ട്, നമ്മൾ വിജയശങ്കറിനെ ഒരിക്കലും നമ്മൾ അവരുടെ മുന്നിൽ തോറ്റു പോകരുത്. അയാളെ നമ്മൾ മുൾമുനയിൽ നിർത്തുക തന്നെ വേണം. അയാൾ നമ്മളെ ചതിച്ചതിനും നമ്മളെ വഞ്ചിച്ചതിനും ദ്രോഹിച്ചതിനും അതിന് നമ്മൾ തിരിച്ചടി കൊടുക്കുക തന്നെ വേണം എന്നൊക്കെ 3 അനിയന്മാരോടും അതുപോലെ തന്നെ എല്ലാവർക്കും മുന്നിൽ വെച്ചിട്ട് അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്.